ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷർ CMA മലയാളം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ഇല്ലുസ്ട്രേഷൻസിനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പം നമ്മൾ ഇന്നും കുറച്ച് രണ്ട് ഇല്ലുസ്ട്രേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ രണ്ട് പ്രോബ്ലംസ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഇനിയിപ്പോൾ ഏറ്റവും ടഫായിട്ട് തോന്നുന്നവർക്ക് ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതിയല്ലോ. ആ ഒരു ധാരണയിലാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇല്ലുസ്ട്രേഷൻ 11ഉം ഇല്ലുസ്ട്രേഷൻ 12ഉം ആണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മളിതിൻ്റെ മുന്നത്തെയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു പ്രോബ്ലം വായിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതും ഈ ഒരു ലിങ്കിൽ ഇടുന്നതായിരിക്കും. ആ ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഓർഡറിലാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഇത് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് CMA ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പിലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ FM-ലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇല്ലുസ്ട്രേഷൻ 13ഉം ഇല്ലുസ്ട്രേഷൻ 14ഉമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ 13 പേജ് നമ്പർ 241 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ നമ്മൾ ക്വസ്റ്റ്യനിലേക്കൊന്ന് വായിച്ച് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോട് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിരിക്കുന്നത് ഡിപ്രീസിയേഷൻ 10,000 റുപ്പീസും 20,000 റുപ്പീസും പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും ചാർജ് ചെയ്തിട്ടുണ്ട് 2016. ഇൻറ്ററിം ഡിവിഡൻഡ് നമ്മൾ പേ ചെയ്തിട്ടുണ്ട് 2016. അതുകൂടാതെ തന്നെ നമ്മളിവിടെ ഇൻകം ടാക്സിൻ്റെ പേയ്മെൻറ്റ് 2016 പേ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇൻകം ടാക്സിന് നമ്മൾ പേയ്മെൻറ്റ് തന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ നമ്മൾ ഒരിക്കലും കറണ്ട് ലയബിലിറ്റി ആയിട്ട് ടേക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ അക്കൗണ്ട് വരച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് എത്ര എമൗണ്ട് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള എമൗണ്ട് റിസീവ് ചെയ്യത്തുള്ളൂ. ആ എമൗണ്ട് നമ്മൾ P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലും ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന 35,000 കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ കയ്യിൽ നിന്ന് പോയൊരു എമൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എമൗണ്ട് പേ ചെയ്തതായിട്ട് കാണിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് പോവാം. ആൻസറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആ ഒരു ഫോർമാറ്റ് വരച്ചിട്ടേക്കുക. ഡെബിറ്റും ക്രെഡിറ്റിൽ സോഴ്സസ് ഓഫ് ഫണ്ടും ക്രെഡിറ്റിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും ആ ഹെഡിങ് കൊടുത്തത് ഒരു പർട്ടിക്കുലർ സ്പേസ് അവിടെ വിട്ടിരിക്കുക. അതിന് നമ്മൾ വർക്കിംഗ് നോട്ടായിട്ടാണ് നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും മറ്റ് അക്കൗണ്ട്സുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാം. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അത് തമ്മിൽ ഇൻക്രീസ് ആണോ ഈ വർഷം ഉള്ളത് അതോ ഡിക്രീസ് ആണോ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ നമുക്ക് കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എമൗണ്ട് ഇനി പറയേണ്ട എന്നാലും എമൗണ്ടും പറയാം. ഓക്കെ, കറണ്ട് അസറ്റ്സ് വരുന്നത് ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് 2015 1,60,000 2016 2 lakh ആണ്. സ്റ്റോക്ക് 2015 77,000 2016 1,09,000. ബിൽസ് റിസീവബിൾ 20,000 30,000. ക്യാഷ് 15,000 10,000. ബാങ്ക് 10,000 8,000. അങ്ങനെ ടോട്ടൽ നമ്മൾ 2015 കറണ്ട് അസറ്റ് 2,82,000 2016 3,57,000 ആണ്. കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. 2015 55,000 2016 83,000. പിന്നെ ഒരു ബിൽസ് പേയബിൾ നമുക്ക് തന്നിട്ടുണ്ട് 2015 20,000 2016 16,000. പിന്നെ നമുക്കൊരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞോളം അക്കൗണ്ട് വരച്ചിട്ട് മാത്രമാണ് നമ്മൾ ആ എമൗണ്ട് എഴുതുക. സോ ഇത്രയേ ഉള്ളൂ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ 75,000 99,000 ആണ്. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ 2015 വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2,07,000 ആണ്. 2016 2,58,000. സോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് 51,000 ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും എമൗണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ വെച്ച് ഈ വർഷം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഒരു 51,000 കൂടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. സോ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന എമൗണ്ട് ആണ്. അതുകൊണ്ട് അത് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പറയാനുള്ളൂ. ദെൻ നമുക്ക് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത് അക്കൗണ്ട്സുകളാണ്. നമ്മൾ ആദ്യം അഡീഷണൽ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്ത് ഏതൊക്കെ അക്കൗണ്ട്സാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കുക.
അങ്ങനെ ഫിക്സഡ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അക്കൗണ്ട് വരയ്ക്കുന്നതിന് മുമ്പ് അസറ്റിൻ്റെ വാല്യൂ നമുക്ക് കോസ്റ്റ് പ്രൈസിലാണോ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ ബേസിലാണോ തന്നിരിക്കുന്നതെന്ന് ഫസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും പ്ലാന്റും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് റിട്ടേൺ ഡൗൺ വാല്യൂവിലായിരിക്കും. അതായത് കോസ്റ്റ് പ്രൈസിലല്ല തന്നിരിക്കുന്നത്. കോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എടുത്ത് പറയും. അപ്പം നമുക്ക് ഫസ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അക്കൗണ്ട് വരയ്ക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 2 lakhും ക്ലോസിംഗ് ബാലൻസ് 1,70,000. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഡെബിറ്റിൽ 2015 ഓപ്പണിംഗ് ബാലൻസ് 2 lakhും ക്രെഡിറ്റിൽ ക്യാരി ഡൗൺ, അതായത് നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 2016 1,70,000 കാണിക്കും. അതുകൂടാതെ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞിട്ടുണ്ട് 10,000 പ്ലാന്റിനും 20,000 ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. സോ ഡിപ്രീസിയേഷൻ അസറ്റിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക 20,000 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ്. സോ നമുക്ക് ബാലൻസ് ഫിഗർ കിട്ടുന്നത്, അതായത് ബാലൻസ് ഫിഗർ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ഫിഗർ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ഫിഗർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം എന്തോ സെയിൽ നടന്നിട്ടുണ്ട്. അതായത് വേറെ പർട്ടിക്കുലർ നമ്മളോടൊന്നും പറയാത്തത് കൊണ്ട് നമുക്കിവിടെ എന്തോ സെയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഫിഗർ സെയിലാണ്. സെയിലിൻ്റെ എമൗണ്ട് 10,000. ഓക്കെ, നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അക്കൗണ്ട് വരച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അക്കൗണ്ട് വരച്ച് നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതി. അതുകൂടാതെ തന്നെ നമ്മൾ ഡിപ്രീസിയേഷനും എഴുതി. എന്നിട്ടും ടാലി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തോ സെയിൽ നടന്നിട്ടുണ്ട്. ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് ഫിഗർ കിട്ടിയത്. അതായത് അസറ്റിൻ്റെ വാല്യൂ ഇത്രയും കുറഞ്ഞു. അപ്പോൾ അവിടെ എന്തോ സെയിൽ നടന്നിട്ടുണ്ട്. 10,000 റുപ്പീസിൻ്റെ അസറ്റ് നമുക്ക് അവിടെ സെയിലായിട്ടുണ്ട്. ദെൻ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ഇത്രയേ ഉള്ളൂ. ദെൻ പ്ലാന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പ്ലാന്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 80,000, ക്ലോസിംഗ് ബാലൻസ് 2 lakh. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതാം, ക്ലോസിംഗ് ബാലൻസ് 2 lakh എഴുതാം. അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു 10,000 റുപ്പീസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതായതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് 10,000 കാണിക്കാം. അപ്പോൾ നമുക്ക് ബാലൻസ് ഫിഗർ എവിടെ കിട്ടുക നോക്കാം. ബാലൻസ് ഫിഗർ ഇവിടെ ഡെബിറ്റ് സൈഡിലാണ്. വിച്ച് മീൻസ് പ്ലാന്റ് നമ്മൾ ഈ ഇയറിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്ര റുപ്പീസിൻ്റെ? 1,30,000. സോ 1,30,000 ബാങ്ക് പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിക്കാം. അത് നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ അത് കാണിക്കണം. അപ്പം നമുക്ക് വേറെ പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യണം. ഇൻ്റർനെറ്റ് ഡിവിഡൻഡ് നമുക്കൊന്നുമില്ല, നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പേയ്മെൻ്റ് ആയിട്ട്, അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് കാണിച്ചാൽ മതി. പക്ഷേ ഇൻകം ടാക്സിന് നമുക്കൊരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നതുകൊണ്ട് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തത് പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ഓപ്പണിംഗ് ബാലൻസിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ 40,000 കാണിച്ചു, ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് 50,000 കാണിച്ചു. കൂടാതെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് പെയ്ഡ് എന്നാണ് പറയുന്നത്. പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊവിഷൻസ് അത്രയും കുറഞ്ഞു. പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ ഇനി നമുക്ക് അത്രയും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് കൊടുത്തതുകൊണ്ട് നമ്മളതിനെ ഡെബിറ്റ് ചെയ്തു. അതായത് ലയബിലിറ്റി അത്രയും കുറയുകയാണ്. സോ ഇൻകം ടാക്സ് ബാങ്ക് എന്നും പറഞ്ഞ് ബ്രാക്കറ്റിൽ ഇൻകം ടാക്സ് പെയ്ഡ് എന്നും പറഞ്ഞ് 35,000 കാണിക്കുക. ദെൻ ബാലൻസ് ഫിഗർ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. വിച്ച് മീൻസ് ഈ ഇയറിലെ P&L അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 45,000 ആണ്. അത് ഈ വർഷത്തെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ടത് P&L അക്കൗണ്ടിൽ കാണിക്കേണ്ടത് 45,000 ആണ്. അതാണ് നമ്മുടെ ബാലൻസ് ഫിഗർ. ഇത്രയും കൂടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ദെൻ നമുക്ക് അടുത്തത് P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് പ്രിപ്പയർ ചെയ്യാം. P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്കിവിടെ P&L അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. 30,000ഉം 48,000ഉം. സോ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുക 30,000, ക്ലോസിംഗ് ബാലൻസ് 48,000 ക്രെഡിറ്റ് ചെയ്യാം. ഞാനിവിടെ ഇടയിലാണ് എഴുതിയേക്കുന്നത്, ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ദെൻ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ എന്തൊക്കെയാണ് P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ഡിപ്രീസിയേഷൻ ടോട്ടൽ 30,000, അതായത് 10,000 + 20,000. പ്ലാന്റിൻ്റെയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെയും ഡിപ്രീസിയേഷൻ ഒരു 30,000 ചാർജ് ചെയ്യണം. സോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് 30,000 കാണിക്കുക. അതുകൂടാതെ നമുക്ക് ഇൻ്റർനെറ്റ് ഡിവിഡൻഡ് 20,000 പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഡിവിഡൻഡും നമ്മൾ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റി വയ്ക്കുന്നത്. സോ 20,000 കാണിക്കുക. ഡെബിറ്റ്, അതായത് പ്രോഫിറ്റ് അത്രയും കുറയുന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുക. ദെൻ ഇൻകം ടാക്സ് 35,000 പേ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിവിടെ എടുക്കണ്ട. നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ അക്കൗണ്ടിൽ P&L അക്കൗണ്ടിലേക്ക് എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 45,000. ആ 45,000 ടാക്സ് എന്ന് പറഞ്ഞ് കാണിക്കുക.
അതുകൂടാതെ തന്നെ പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു ജനറൽ റിസർവ് ഉണ്ട്. അതായത് ഓപ്പണിങ്ങിൽ 40,000 ആയിരുന്നു ജനറൽ റിസർവ്, 2016 അത് 70,000 ആയി. അതായത് 30,000 നമ്മൾ അഡീഷണൽ ജനറൽ റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോഫിറ്റിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് അത്ര എമൗണ്ട് കുറയുന്നത് കൊണ്ട് ആ 30,000 നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഈ വർഷം നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്ത് മാറ്റിവെക്കും, നെക്സ്റ്റ് ഇയറിലാണ് നമ്മൾ പേ ചെയ്യുക. സോ ഇവിടെ 2016 പ്രപ്പോസ്ഡ് ഡിവിഡൻ്റായി 50,000 നമ്മൾ ഈ ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്ത് മാറ്റിവെക്കും. സോ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ 50,000 കാണിക്കുക. ഇതിൻ്റെ പേയ്മെൻറ്റ് 2017 പോകുന്നത്, അതുകൊണ്ട് നമ്മൾ അതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മളോട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് ഒരു 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 8% എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ ആ ഓപ്പണിംഗ് ബാലൻസ് ആയ 1,50,000 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്തതായിട്ട് കാണിക്കുക. അപ്പോൾ 1,50,000 8% ആയ 12,000 കൂടെ കാണിക്കുക. ഇത്രയാണ് നമ്മൾ P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്. അസറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ഗുഡ് വില്ലിന് എന്തോ ഒരു ചേഞ്ചസ് ഉണ്ട്, എന്താണെന്ന് നോക്കാം. ഓപ്പണിങ്ങിൽ ഗുഡ് വില്ല് 1,15,000 ഉണ്ടായിരുന്നു, പക്ഷേ ക്ലോസിങ്ങിൽ അത് 90,000 ആയിട്ട് കുറഞ്ഞു. വിച്ച് മീൻസ് ഗുഡ് വില്ല് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ് വില്ല് എത്രയും റൈറ്റ് ഓഫ് ചെയ്തു എന്നാണ് വിചാരിക്കുക. സോ ഗുഡ് വില്ല് കുറയുന്നത് കൊണ്ട് നമ്മളത് പ്രോഫിറ്റിൽ നിന്നാണ് ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. സോ P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിഫറൻസ് എമൗണ്ട് ആയ 25,000 ഗുഡ് വില്ല് റൈറ്റ് ഓഫ് എന്നും പറഞ്ഞ് കാണിച്ചു. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നത്. അതാണ് നമ്മുടെ ഈ വർഷത്തെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. നമ്മൾ ഈ വർഷം എത്രത്തോളം റുപ്പീസാണ് നമ്മൾ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തതെന്ന് നമുക്ക് കിട്ടി. അതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് 2,30,000 നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതാണ് നമുക്ക് P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന ബാലൻസ്. ഇനി നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫൈനലി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സോഴ്സസ് ഓഫ് ഫണ്ട് നമുക്ക് എഴുതാം. സോഴ്സ് ഓഫ് ഫണ്ടിൽ ഇവിടെ ഷെയർ ക്യാപിറ്റൽ, ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ നോക്കുമ്പോൾ ഓപ്പണിങ്ങിൽ 3 lakh ഉണ്ടായിരുന്നു, ക്ലോസിംഗ് ആയപ്പോൾ 4 lakh ആയി. വിച്ച് മീൻസ് 1 lakhൻ്റെ ഷെയർസ് നമ്മൾ ഈ വർഷം നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷെയർ കൊടുക്കുമ്പോൾ നമ്മുടെ കമ്പനിക്ക് ക്യാഷ് റിസീവ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1 lakh rupees ഡെബിറ്റ് ചെയ്യുക. നമ്മുടെ സോഴ്സസ് ഓഫ് ഫണ്ടാണ്, സോ ഡെബിറ്റ് ചെയ്യുക. അതുകൂടാതെ നമ്മൾ ലാൻഡിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരുന്നപ്പോൾ ലാൻഡ് സെയിലായിട്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടിയിരുന്നു ഒരു 10,000. ലാൻഡ് സെയിൽ ചെയ്യുമ്പോൾ കമ്പനിക്ക് ക്യാഷ് കിട്ടുവാണ്. സോ ആ 10,000 ഡെബിറ്റ് ചെയ്യുക. നമുക്ക് ഈ വർഷത്തെ കമ്പനിയുടെ ഓപ്പറേഷനിൽ നിന്ന് നമുക്കൊരു 2,30,000 ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ സോഴ്സസ് ഓഫ് ഫണ്ടാണ്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് സോഴ്സസ് ഓഫ് ഫണ്ടിൽ വരുന്ന എമൗണ്ട്സ്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് നോക്കുക. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് നോക്കുമ്പോൾ നമ്മൾ ലയബിലിറ്റി സൈഡ് അനലൈസ് ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓപ്പണിങ്ങിൽ 1,50,000 ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 1 lakh ഉള്ളൂ. വിച്ച് മീൻസ് 50,000 പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ റിഡീം ചെയ്തിട്ടുണ്ട്. സോ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 50,000 കാണിക്കുക. പിന്നെ നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് 2015 പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് നമ്മൾ 2016 പേ ചെയ്യുന്നത്. അപ്പോൾ 2015 42,000 നമ്മൾ ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഈ വർഷമാണ് പേ ചെയ്യുന്നത്. സോ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ 42,000 കാണിക്കുക. ദെൻ നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറയാൻ മറന്നുപോയി. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഇൻട്രസ്റ്റ് ഒരു 12,000 നേരത്തെ അപ്രോപ്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1,50,000 8%. അത് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. സോ ഡിവിഡൻഡ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ആ 12,000 നമ്മൾ കാണിക്കുക. പിന്നെ നമുക്ക് ഇൻറ്ററിൻ ഡിവിഡൻറ്റ് ഒരു 20,000 നമ്മൾ പേ ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് ഒരു 35,000 നമ്മൾ പേ ചെയ്യുന്നുണ്ട്. പ്ലാന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് പ്ലാന്റ് അക്കൗണ്ട് പർച്ചേസ് ചെയ്തായിട്ട് ഡെബിറ്റിലാണ് ബാലൻസ് ഫിഗർ വന്നത്. സോ പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 1,30,000. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് പോവുകയാണ്, അതുകൊണ്ട് ആ 1,30,000 ക്രെഡിറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫണ്ടായി കാണിക്കുക. ഇത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തപ്പോൾ 51,000 വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്, അതുകൊണ്ട് 51,000 നമ്മുടെ കയ്യിൽ നിന്ന് പോയതായിട്ട് കാണിക്കുക. അതിനെ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ കാണിക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ടാലി ആയ എമൗണ്ട് കിട്ടും, അത് 3,40,000 ആണ്. ഓക്കെ, ഇതാണ് ഇല്ലുസ്ട്രേഷൻ 13 പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇല്ലുസ്ട്രേഷൻ 14 നോക്കാം. ഇല്ലുസ്ട്രേഷൻ 14 പേജ് നമ്പർ 243.
നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. A machine costing rupees 70,000, book value 40,000 was disposed for rupees 25,000. 70,000 രൂപയുടെ മെഷീൻ, അതിൻ്റെ കോസ്റ്റിംഗ് ആണ് പറയുന്നത്, കോസ്റ്റ് റുപ്പീസ് ആണ്. അതിൻ്റെ ബുക്ക് വാല്യൂ 40,000 ആയിരുന്നു. നമ്മളത് 25,000 സെയിൽ ചെയ്തു. ഓക്കെ, നമുക്കതിൻ്റെ എൻട്രി എങ്ങനെയാണെന്ന് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ദെൻ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ 5% പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്നുണ്ട്. ഡിവിഡൻഡ് ഒരു 2014 ഒരു 15% ഡിബഞ്ചേഴ്സ് ഓൺ ഇക്വിറ്റി ഷെയർസ് നമ്മൾ പേ ചെയ്യുന്നതായിട്ടും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഫർദറായിട്ട് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് വിച്ച് വാസ് വാല്യൂഡ് അറ്റ് ₹90,000 ആസ് ഓൺ 31st December 2014 വാസ് റിട്ടേൺ അപ് ടു ഇറ്റ്സ് കോസ്റ്റ് 1 lakh ഫോർ പ്രിപ്പറേഷൻ ഓഫ് P&L അക്കൗണ്ട് ഫോർ ദ ഇയർ 2015. അതായത് നമ്മൾ 90,000 ആയിരുന്നു ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് 2014 കാണിച്ചത്. പക്ഷേ 2015 നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ 1 lakh ആണ് കാണിച്ചത്. വിച്ച് മീൻസ് 10,000 അണ്ടർ വാല്യൂഡ് എമൗണ്ട് ആണ്. ആ അണ്ടർ വാല്യൂഡ് എമൗണ്ട് നമ്മൾ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. കൂടാതെ സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആയതുകൊണ്ട് കറണ്ട് അസറ്റിൻ്റെ കൂടെയും 10,000 2014 നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, 1 lakh ആണ് 2015 വന്നപ്പോൾ നമ്മൾ വാല്യൂ ചെയ്തപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മൾ 2014 അത് 90,000 ആയിട്ടാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് 10,000 കൂടെ നമ്മൾ റൈറ്റ് ചെയ്ത് ശരിക്കും അതിൻ്റെ വാല്യൂ 1 lakh ആക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വരാൻ നോക്കാം. ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ നമുക്ക് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എമൗണ്ട് തന്നിട്ടുണ്ട് 2,40,000. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അണ്ടർ വാല്യൂ ചെയ്ത് 10,000 റുപ്പീസും കൂടെ ആഡ് ചെയ്യുക. സോ ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2,50,000 ആണ്. 2015 കറണ്ട് അസറ്റ് 3,75,000 ആണ്. കറണ്ട് ലയബിലിറ്റി നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. 70,000 ആണ് 2014. 2015 1,45,000 ആണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എഴുതുമ്പോൾ 1,80,000 2,30,000 വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് വരുന്നുണ്ട്. സോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 ആണ്. 1,80,000 മൈനസ് 2,30,000 ചെയ്യുമ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 50,000 ആണ്. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രിപ്പറേഷൻ കിട്ടി. ദെൻ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് പോയിന്നാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫണ്ടിൽ ആ 50,000 കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, നമ്മളിനി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. അസറ്റിൻ്റെ ഒരു സെയിലും ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് പ്രൊവിഷൻ്റെ ബാലൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക. സോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 1,50,000 ക്ലോസിംഗ് ബാലൻസ് 1,90,000. പ്രൊവിഷനാണ്, അതുകൊണ്ട് അതിന് എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആയിരിക്കും, കാരണം ലയബിലിറ്റിയാണ്. അതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓപ്പണിംഗ് ബാലൻസ് ആയ 1,50,000 ക്രെഡിറ്റ് ചെയ്തു. ക്ലോസിംഗ് ബാലൻസ് ആയ 1,90,000 നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്ത അസറ്റിൻ്റെ എത്ര ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അസറ്റിൻ്റെ കോസ്റ്റ് 70,000 ആണ്. അതിൻ്റെ ബുക്ക് വാല്യൂ 40,000 ആണ്. വിച്ച് മീൻസ് അതിൻ്റെ ഡിഫറൻസ് ആയ 30,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വിറ്റ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ആണ്. അതൊരു ഹിഡൻ ആയിട്ട് ഐറ്റം ആണ്. സോ മെഷീൻ്റെ കോസ്റ്റ് 70,000 അതിൻ്റെ ബുക്ക് വാല്യൂ 40,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 30,000 എന്താണ്, ആ ഡിഫറൻസ് എമൗണ്ട് ആയ 30,000 നമ്മുടെ സെയിൽ ചെയ്ത അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ആണ്. സോ സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ അസറ്റ് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ആ അസറ്റിന് നമുക്കൊരു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അത്രയും ഡിപ്രീസിയേഷൻ നമ്മുടെ കുറഞ്ഞു. സോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 30,000 ഡെബിറ്റ് ചെയ്യുക. സോ ബാലൻസ് കിട്ടുന്നതായിരിക്കും നമ്മൾ ഈ വർഷം P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ. അത് 70,000 ആണ്. ക്രെഡിറ്റ് സെയിലാണ് ആ ബാലൻസ് വരുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ടാണ്. ഫിക്സഡ് അസറ്റിൻ്റെ ബാലൻസ് നമുക്ക് നെറ്റ് ഫിക്സഡ് അസറ്റാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് 5,10,000 ആണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ് എപ്പോഴും. സോ 5,10,000 ഡെബിറ്റ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് 6,20,000 ക്രെഡിറ്റ് ചെയ്യുക. ദെൻ നമ്മൾ അസറ്റ് വിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് 25,000 റിസീവ് ചെയ്തിട്ടുണ്ട്. സോ അസറ്റ് വിൽക്കുമ്പോൾ അസറ്റ് കുറയുന്നു. സോ ബാങ്ക് എന്ന് പറഞ്ഞ് 25,000 കാണിക്കുക. BK എന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ബാങ്കിൻ്റെ ഷോർട്ട് ഫോം ആട്ടോ. ദെൻ ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 30,000 ആണ്. ഡിപ്രീസിയേഷൻ 30,000 കാണിക്കുക. അപ്പോൾ
നമുക്ക് ബുക്ക് വാല്യൂ 45,000 ഉള്ള അസറ്റ് നമ്മൾ സെയിൽ ചെയ്തത് 25,000-നാണ്. അപ്പോൾ സോ നമുക്ക് അവിടെ ലോസ് ആണ്. അതായത് 40,000 രൂപയുടെ ബുക്ക് വാല്യൂ ഉണ്ടായിരുന്നു, നമ്മൾ സെയിൽ ചെയ്ത് നമുക്ക് 25,000 മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ. സോ ഡിഫറൻസ് എമൗണ്ട് ആയ 15,000 നമുക്ക് ലോസ് ആണ്. സോ 15,000 ലോസ് എന്നും പറഞ്ഞ് ലോസ് ആകുമ്പോൾ നമ്മുടെ നഷ്ടമായതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര എഴുതിയിട്ട് നമ്മൾ ബാലൻസിങ് ഫിഗർ നോക്കുമ്പോൾ ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ അസറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് 70,000 അന്ന് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ അല്ല, അസറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടിയ ബാലൻസ് 70,000 ആണ്. എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ഡിപ്രീസിയേഷനായിട്ട് കിട്ടിയിരിക്കുന്നത് 70,000 ആണ്. സോ 70,000 ക്രെഡിറ്റ് ചെയ്യുക. ടോട്ടൽ അസറ്റിന് നമ്മൾ ഈ വർഷം കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ 70,000 ആണ്. ആ 70,000 ക്രെഡിറ്റ് ചെയ്യുക. ബാങ്ക് എമൗണ്ട് 25,000 ക്രെഡിറ്റ് ചെയ്തു, ലോസായ 15,000 ക്രെഡിറ്റ് ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് 6,20,000 ക്രിയേറ്റ് ചെയ്തു. ദെൻ ഓപ്പണിംഗ് ബാലൻസ് ഫൈനൽ 10,000 എഴുതി. നമുക്ക് ബാലൻസ് ഫിഗർ വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുമ്പോൾ നമുക്കറിയാം അസറ്റ് എന്തോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്കിൽ നിന്നും പറഞ്ഞ് ബാലൻസ് ഫിഗറായിട്ട് നമുക്ക് കിട്ടുന്നത് 2,20,000 ആണ്. ഈ ഇയറിലെ പർച്ചേസാണ്. പർച്ചേസിന് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പേയ്മെൻറ്റ് ആയതുകൊണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ കാണിക്കുക. അടുത്തത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് വേറെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് തന്നിട്ടില്ല. പകരം നമുക്ക് റിസർവ്സിൻ്റെ ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട്. റിസർവിൻ്റെ ബാലൻസ് തരുമ്പോൾ നമ്മൾ ആ ബാലൻസ് ഫിഗറിൻ്റെ എമൗണ്ട്, അതായത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസിലും ഡിഫറൻറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. ഇവിടെ ഡിഫറൻറ്റ് എമൗണ്ട് ആണ് 1,10,000-ഉം 2,70,000-ഉം ആണ്. അപ്പോൾ പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്റ്റോക്കിന് ഒരു അണ്ടർ വാല്യൂഷൻ ഉള്ളത് കൊണ്ട് അത് രണ്ട് ഡബിൾ എഫക്റ്റ് ഉണ്ട് അതിന്. ഒന്ന് കറണ്ട് അസറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം, അതുകൂടാതെ നമ്മൾ 2014 പ്രോഫിറ്റിൻ്റെ കൂടെയും ആഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ആ 10,000 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് പ്രോഫിറ്റായിട്ട് തന്നിരിക്കുന്നത്. സോ റിസർവിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയ 1,10,000 കൂടെ ഈ 10,000 കൂടെ അണ്ടർ വാല്യൂഷൻ ആയ 10,000 കൂടെ ആഡ് ചെയ്തിട്ടുള്ള 2,20,000 ആണ് ഓപ്പണിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് 2,70,000 ക്യാരി ഡൗൺ ആയിട്ട് എഴുതുക. ഇനി നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വരുമെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഒരു 70,000 P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്യേണ്ടത്. സോ ഡിപ്രീസിയേഷൻ 70,000 കാണിക്കുക. അസറ്റ് സെയിൽ ചെയ്ത് നമുക്ക് കിട്ടിയ ലോസായ 15,000 നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് പോകുന്ന എമൗണ്ട് ആണ്. സോ ആ ലോസ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കുക. ദെൻ നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡീം ചെയ്യുന്നതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. 5% പ്രീമിയത്തിനാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത്. സോ ആ പ്രീമിയം എമൗണ്ട് നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റിവെക്കുന്നത്. സോ എത്രയാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നതെന്ന് നോക്കാം. ഓപ്പണിങ്ങിൽ 2 lakh ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 1 lakh ഉള്ളൂ. വിച്ച് മീൻസ് 1 lakh ആണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത്. ആ 1 lakhന്റെ 5% ആണ് പ്രീമിയം ആയിട്ട് കൊടുക്കുന്നത്. സോ 1 lakhന്റെ 5% 5,000 rupees ആണ് നമ്മൾ പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആയിട്ട് കാണിക്കുന്നത്. സോ അതിനെ ഡെബിറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മളോട് 15% ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയ 3 lakhന്റെ 15,000 നോക്കുക, 15% നോക്കുക. അത് 45,000 ആണ്. സോ ഡിവിഡൻഡ് 45,000 നമ്മൾ ഇയറിൽ പേ ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞ ലൈബിലിറ്റി സൈഡിലൊരു ഐറ്റം ഉണ്ട്. ഡൗട്ട്ഫുൾ ഡെറ്റിന് വേണ്ടി നമ്മൾ ഓപ്പണിങ്ങിൽ 10,000 ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 15,000 ഉണ്ട്. വിച്ച് മീൻസ് നമ്മളൊരു 5,000 കൂടെ ഈ ഇയറിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നായിരിക്കും. സോ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന എമൗണ്ട് ആയതുകൊണ്ട് പ്രോഫിറ്റ് കുറയുന്നു. ആ 5,000 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തതല്ല, ഈ വർഷം നമ്മൾ ഡെറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷനായിട്ട് അതിനെ ഡെബിറ്റ് ചെയ്ത് കാണിക്കുക. അതുപോലെ തന്നെ നമുക്ക് അസറ്റിലൊരു ഐറ്റം ഉണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഡിബെഞ്ചേഴ്സ്. നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ഓരോ ഇയറിലേക്കും പർട്ടിക്കുലറായിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2014 നമുക്ക് 10,000 ആയിരുന്നു ഡിസ്കൗണ്ട് ആയിട്ടുണ്ടായിരുന്നത്. ഈ ഇയറിൽ അത് 5,000 ആയി. വിച്ച് മീൻസ് നമ്മൾ 5,000 റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ഗുഡ് വില്ലൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്നാണ്. സോ ആ 5,000 നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ 5,000 കാണിക്കുക. അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ക്രെഡിറ്റ് സൈഡിൽ 2,95,000. ഇത്രയാണ് നമുക്ക് നോട്ടുകളൊക്കെ ആയിട്ട് വർക്കിംഗ് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ
എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാം. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആ സ്പേസ് പ്രൊവൈഡ് ചെയ്തെടുത്ത് ഫസ്റ്റ് നമുക്ക് സോഴ്സസ് ഓഫ് ഫണ്ട് നോക്കാം. സോഴ്സ് ഓഫ് ഫണ്ടിൽ നമ്മൾ ഈ കണ്ടുപിടിച്ച ഫണ്ട് ഫ്രം ഓപ്പറേഷനായി 2,95,000 റേറ്റ് ചെയ്ത് കാണിക്കുക. കാരണം നമുക്ക് ഫണ്ട് ഓപ്പറേഷനിൽ നിന്ന് റിസീവ് ചെയ്ത ഫണ്ടാണ് 2,95,000. അതുകൂടാതെ തന്നെ നമുക്ക് അസറ്റ് സെയിൽ ചെയ്ത കാര്യം പറയുന്നുണ്ട്. അസറ്റ് സെയിൽ ചെയ്ത് നമുക്കൊരു 25,000 റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് സോഴ്സാണ്. സോ 25,000 സെയിൽ ഓഫ് അസറ്റ് എന്നും പറഞ്ഞ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് 25,000 കാണിക്കുക. അതുകൂടാതെ തന്നെ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ ലൈബിലിറ്റി സൈഡ് ചെക്ക് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ ഓപ്പണിങ്ങിൽ 3 lakh ആയിരുന്നു, ക്ലോസിങ്ങിൽ 3,50,000 ആയി. വിച്ച് മീൻസ് 50,000 രൂപയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് നമ്മൾ മണി റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 50,000 ഇഷ്യൂ ഷെയർസ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്ത് കാണിക്കുക. അതുപോലെ തന്നെ ലൈബിലിറ്റി സൈഡിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ് പോകുന്നത്. ദെൻ ഡിബെഞ്ചർ നോക്കുമ്പോൾ ഓപ്പണിങ്ങിൽ 1 lakh ആയിരുന്നു ഡിബെഞ്ചർ, ക്ലോസിങ്ങിൽ അത് 2 lakh ആയി. വിച്ച് മീൻസ് 1 lakhൻ്റെ ഡിബെഞ്ചേഴ്സ് നമ്മൾ ഈ വർഷം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ 1 lakh ഡിബെഞ്ചർ നമ്മുടെ സോഴ്സാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഡിബെഞ്ചർ കൊടുത്ത് നമ്മൾ ക്യാഷ് വാങ്ങുവാണ്. സോ ഡെബിറ്റ് ചെയ്യുക 1 lakh സോഴ്സസ് ഓഫ് ഫണ്ടായിട്ട്. പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ വേറെ ഐറ്റംസ് ഒന്നും നമുക്ക് സോഴ്സിൽ വരുന്നില്ല. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ നമ്മൾ ലൈബിലിറ്റി സൈഡ് ചെക്ക് ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓപ്പണിങ്ങിൽ 2 lakh ആയിരുന്നു, ക്ലോസിങ്ങിൽ 1 lakh ആണ് നമ്മൾ. അപ്പോൾ 1 lakhൻ്റെ റിഡംഷൻ നടന്നിട്ടുണ്ട് അറ്റ് എ പ്രീമിയം ഓഫ് ₹5%, അറ്റ് എ പ്രീമിയം ഓഫ് 5%. സോ ടോട്ടൽ നമ്മൾ റിഡംഷൻ നടത്തുന്നത് പ്ലസ് പ്രീമിയം എന്ന് പറയുന്നത് 1 lakhൻ്റെ 5% കൂടെ കൂടിയ ടോട്ടൽ 5,000 പ്ലസ് 1 lakh 1,05,000 ആണ് ടോട്ടൽ എമൗണ്ട് റിഡംഷനായിട്ട് പോകുന്നത്. ദെൻ ഫിക്സഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അക്കൗണ്ടിൻ്റെ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒരു 2,20,000. അത് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്, അതിനെയും ക്രെഡിറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഫണ്ടാണല്ലോ, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. ഡിവിഡൻഡ് പേ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഡിവിഡൻഡ് 15% നമ്മൾ പേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു, കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. സോ ഡിവിഡൻഡ് പെയ്ഡ് 45,000 ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. ദെൻ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ, അതായത് അസറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഓപ്പണിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 30,000 ആയിരുന്നു, ക്ലോസിങ്ങിൽ 80,000 ആയി. വിച്ച് മീൻസ് 50,000 ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ ഇയറിൽ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. അതുകൊണ്ട് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 50,000 കാണിക്കാം. അതുകൂടാതെ നമ്മൾ ഷെഡ്യൂൾ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വെച്ച് നമുക്കൊരു വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 50,000. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തത് 50,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് ആ 50,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അങ്ങനെ ക്രെഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസിൽ എത്രയാണ് 4,70,000 കിട്ടും. ആ 4,70,000 കാണിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്കിവിടെ പറയാനുള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.